നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സിറ്റുവേഷൻസിനോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് ആണ്. ഇനി മുന്നോട്ടേക്ക് അവർ എടുക്കാൻ പോകുന്ന തീരുമാനം, ആ ഒരു സിറ്റുവേഷൻസിൽ അവരെടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായ ചിന്തയോടുകൂടി, എത്രത്തോളം പോസിറ്റീവ് എനർജിയോടുകൂടി ഇത് കാണുന്നുവോ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നെഗറ്റീവാകുന്ന ചിന്തകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും നിങ്ങൾ ഹീലാക്കി കളയുകയും ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് കേട്ടോ. അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഒരു തേർഡ് സിറ്റുവേഷൻസിന് എനിക്ക് കാണാൻ പറ്റുന്നത് കരിയർ പരമായൊരു എനർജിയിലൂടെ വന്നിരിക്കുന്നതും ഫിനാൻസ് സംബന്ധമായുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയും പിന്നെ ചിലതൊക്കെ ഒരു ഫാമിലി ബേസിക്കാണ് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട്. കാരണം ഫാമിലിയും വന്നിട്ടുണ്ട് ഇതിനകത്ത് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 രീതികളിലാണ് ഇതിനകത്ത് നമുക്ക് എനർജി വന്നിരിക്കുന്ന. കരിയർ പാത്തുമുണ്ട്, ഫിനാൻസ് സംബന്ധമായൊരു സിറ്റുവേഷൻസിലൂടെ വന്ന തേർഡ് പാർട്ടിയും കാണുന്നുണ്ട്, ഫാമിലിയെ കണക്റ്റ് ചെയ്തുള്ള ഫാമിലി എനർജിയും കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി കൂടി നിങ്ങളിൽ കയറി വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയായിട്ട് ഫാമിലി വന്ന് നിൽപ്പുണ്ട്. നമുക്ക് റീഡിങ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. വളരെയധികം മെച്യൂരിറ്റിയോട് കൂടിയാണ് ഈ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു പക്വതയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കേണ്ട, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപരമായിട്ട് ചില കാര്യങ്ങൾ തേർഡ് സിറ്റുവേഷൻസിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. കാരണം വളരെയധികം മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ പക്വതയോടുകൂടിയും വളരെ സൈലൻ്റായിട്ട് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എടുത്തു ചാടി നിങ്ങളിലേക്കോ മറ്റു സിറ്റുവേഷൻസിലേക്കോ അവർക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർക്ക് പൂർണ്ണമായും സമർപ്പണമാകുന്ന ഒരു എനർജി കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ ഫാദറിൻ്റെ ഒരു എനർജി കൊടുക്കേണ്ടി വരുന്നുണ്ടാവാം, ഹസ്ബൻഡിൻ്റെ ഒരു എനർജി അവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ടാവാം. അതല്ലെങ്കിൽ പേരൻസിന് നോക്കുന്ന ഒരു മകൻ ഒരു മകളെന്ന ഒരു നിലയിൽ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് മെച്യൂരിറ്റിയോട് കൂടി നിൽക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത്. അവരിപ്പോൾ എന്താണെങ്കിലും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റ് ചെയ്താണ് നമ്മുടെ ഈ എനർജി വന്നിരിക്കുന്ന വ്യക്തിയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ഡെയിലി നിങ്ങളുടെ ഒരു വ്യക്തി അല്ലെ 2 വ്യക്തികൾ സ്ഥിരമായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്, നാളെ മാറും, നാളെ ഇനി മാറുന്നു. തീർച്ചയായിട്ടും മാറും കേട്ടോ. എനർജി എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെയാണ് റെസനേറ്റ് ആവുക, ആരുടെയൊക്കെയാണ് കണക്റ്റ് ചെയ്ത് വരുന്നതെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ എനർജിയാണെന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഇതിനകത്ത് വരുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നാലും ഇത് പൂർണ്ണമായും ഒരാളുടെ പേരിലോ നാളിലോ റീഡിങ്സ് എടുക്കുന്നതല്ല. അങ്ങനെ അറിയണം എന്നുള്ളൊരു നിങ്ങൾ ദൈവത്തെ ഓർത്ത് പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. നമ്മളത് എപ്പോഴും പറയുന്നുണ്ട്. കാരണം നമുക്കിതൊരു ജനറൽ റീഡിംഗ് തരുന്ന നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെ നൽകുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് അനുയോജ്യമാകുന്നതും റെസനേറ്റ് ആവുന്നതും എടുക്കുക കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടിയോട് കണക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ ആൾ വളരെ മോശപ്പെട്ട ആളായി തീരുവാണ്. എന്തുകൊണ്ടും തേർഡ് പാർട്ടിയോട് അവർക്ക് കണക്ഷൻസ് ഉണ്ടാവുന്നില്ല. നിങ്ങളെ കൊള്ളില്ലാതെ നിങ്ങളോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണല്ലോ അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്. ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് എന്താണെങ്കിലും അത്രത്തോളം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ മുന്നോട്ട് പോകാനും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നത്.
തേർഡ് പാർട്ടിയോട് ശത്രുതയോട് കൂടി വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വളരെ സന്തോഷമാണ്. അതൊന്നും ഒരിക്കലും ശരിയല്ല കേട്ടോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ആയിരിക്കും അവരുടെ മുന്നിൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് മുമ്പിൽ. അപ്പോൾ അങ്ങനെ അവരിൽ ആരെങ്കിലുമൊക്കെ റീഡിങ് കാണുകയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അതെല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് കിട്ടുന്ന എനർജിയിൽ നിങ്ങൾക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളത് വിട്ട് കളയുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ പിന്നെ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും തമ്മിത്തല്ലൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം കിട്ടുന്ന എനർജി നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും റീഡിങ്സ് പറയാണ്ട് എന്നെ സുഖിപ്പിക്കുന്ന ഒരു റീഡറായിട്ട് നിങ്ങൾ കാണരുത്. അതല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു സംഭവം ഞാൻ നിങ്ങളിലേക്ക് അതുപോലെ പകർന്നു തരും. അതിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനോട് മറിമരുന്നും കൂടി ഞാൻ പറഞ്ഞു തന്നാണ് പോകുന്നത്, എന്ത് കാര്യത്തിനാണെങ്കിലും. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ റീഡിങ് ഞാൻ എടുക്കുന്ന പരിപാടി നിർത്തിയതാണ്. കാരണം നമ്മളോട് ഇതിനകത്ത് ചിലർ ഇന്നിപ്പോൾ നമുക്ക് കാണാം, കമൻ്റ് ഒന്ന് നോക്കിയാൽ മതി എല്ലാവരും, നമുക്ക് മറുപടികൾ വരുന്നത് എന്താണെന്നുള്ളൂ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. കാരണം അത്രത്തോളം പോസിറ്റീവ് എനർജിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കാർഡിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ ഇതിന് നേരെ തിരിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമായിരിക്കുന്നത്? നെഗറ്റീവ് പോസിറ്റീവ് കാർഡിനെ എടുത്ത് നെഗറ്റീവാക്കി ഞാൻ നിങ്ങൾക്ക് റീഡിങ് ചെയ്തു തരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ടാറോയിഡ് ചെയ്യുന്ന ഏറ്റവും മോശമായൊരു സിറ്റുവേഷനാണ്. എൻ്റെ ജോലിയോടും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോടും എനിക്ക് യാതൊരുവിധ റെസ്പെക്റ്റുമില്ല, അതിനോടൊരു ഉത്തരവാദിത്തമില്ല എന്നതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ അവിടെ അടിയാണ്, വെട്ടും കുത്തും നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളവരുണ്ട് ഇതിനകത്ത്. എന്ത് ചെയ്യാനല്ലേ നമുക്ക്. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് പോകാമെന്നായി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെ വ്യക്തി ആ ഒരു ഉത്തരവാദിത്തത്തിൽ അവിടെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് അവിടെ കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പുറമേയുള്ള പല ഭൗതികമാകുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവരുടേതായ ഒരു ഉത്തരവാദിത്തത്തിന്, അവരുടെ കുടുംബമാവാം, ഫാമിലി ആവാം, അവരിപ്പോൾ തേർഡ് സിറ്റുവേഷൻസിലാവാം, അവിടെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തേർഡ് സിറ്റുവേഷൻസിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തികപരമായ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക്. അത് തേർഡ് സിറ്റുവേഷൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടും തേർഡ് സിറ്റുവേഷൻസ് കൊടുത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയുടെ ഫലമായിട്ടാണ് അവർക്കൊരു ന്യൂ ബിഗിനിങ്, അവരുടെ ലൈഫിലൊരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ചോയ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ, ജോബ് സംബന്ധമായിട്ടാണെങ്കിലും കരിയർ ബേസിലാണെങ്കിലും അവരുടെ ലൈഫ് സിറ്റുവേഷൻസിലാണെങ്കിലും അവർക്കൊരു മാറ്റം വരുത്താൻ സാധിച്ചിരിക്കുന്നു. ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ഒരു ഗെയിം കളിയിൽ അവർ വിജയിച്ച് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തന്നെ അവർ ആ ഒരു സിറ്റുവേഷൻസിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ടെങ്കിലും അവർ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസിൽ അവർക്ക് ഒരു പോസിറ്റീവ് അല്ല തോന്നുന്നത്. കാരണം കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയൊരു വസ്തുവിനെ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കുന്നത്. ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരെ വിലക്കെടുത്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പല ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തും പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തുമൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരെ വിലക്കെടുത്ത് വെച്ചിരിക്കുന്നു. അവർ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അതിജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് പറയുന്നത്, നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരു വ്യക്തി തന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ കഴുത്തു വെച്ച് കൊടുത്താൽ അത് തീർച്ചയായിട്ടും അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അവർക്കൊരു അടിമയെ പോലെ നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടി വരും. അതൊക്കെ എല്ലാ വ്യക്തികളിലും സംഭവിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് നിങ്ങളുടെ തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നുണ്ട്. ഒരു സെൽഫായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായും സ്റ്റക്കാക്കി നിർത്തിയിട്ടുമുണ്ട്. എവരി ടൈം വാച്ചിങ് ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മൂവ്മെൻറ്റ്സ്, അവരെന്തൊക്കെ ചെയ്യുന്നു, അവരുടെ എല്ലാ രീതിയിലും. അത് ചിലപ്പോൾ ഈ ഫോണും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ചെക്കിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു രീതിയിലും തിരിയാനോ അറിയാനോ പറ്റുന്നില്ല. പക്ഷെ അവർ ആലോചിക്കുന്നുണ്ട്. അവർ പെട്ടുപോയെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് തിരിച്ചിറങ്ങി പോരാൻ പറ്റുമെന്നതും അവർക്കറിയാം. പക്ഷെ അവർക്കിപ്പോൾ അതൊരു പറ്റിയ സന്ദർഭമല്ല. കാരണം അവരൊരു ബ്ലാക്ക് മാജിക് എനർജിയിലാണ് അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരവിടെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവരൊരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അത് ഭയപ്പെടുന്ന രീതിയിലുള്ള, അതായത് അവർക്ക് പല നഷ്ടങ്ങളും സംഭവിക്കാവുന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ബന്ധനത്തിലാണ് കേട്ടോ അവർ, ബന്ധനത്തിൽ.
ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു എനിക്ക് തോന്നുന്നു അവരെ ഫിസിക്കലി ആണെങ്കിലും അവരെ ഒരു അഡിക്ഷനിൽ പെടുത്തി കളഞ്ഞ് അവരുടെ പവർ ലോസ് സംഭവിച്ചു പോയി. അതായത് അവർക്ക് അടിമപ്പെട്ടു പോയി എന്നുള്ള എനർജിയിൽ ആ ഒരു ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ കാരണം, അതായത് ഫിനാൻഷ്യലി ആവാം, കരിയർ ബേസ് ആവാം, അവർക്ക് ഭൗതികമായി കുറച്ച് നേട്ടങ്ങൾ കിട്ടിയതിൻ്റെ ഫലമായിട്ട് അതിനകത്ത് പെട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇരയാക്കപ്പെട്ടു അവരൊരു ഹാപ്പിനെസ് ഒന്നും അല്ല തേർഡ് സിറ്റുവേഷൻസിൽ. ബ്ലാക്ക് മാജിക് എനർജിയാണ്, നല്ല സ്ട്രോങ് ആയ ഒരു പിടുത്തമാണ് അവരെ തേർഡ് പാർട്ടി പിടിച്ചു വെച്ചിരിക്കുന്നത്, ബന്ധനത്തിലാക്കി അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അവർ ഇത്രയും പ്രാധാന്യം ആ ഒരു ബന്ധനമാണെന്നും അത് നെഗറ്റീവായൊരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞിട്ടും അവരവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, അവർക്കൊരു പൂർണ്ണതയിൽ എത്താനുണ്ടെന്നാണ് കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അവരവിടെ എന്തൊക്കെയോ രീതിയിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും അവരുടെ എന്തൊക്കെയോ മുടക്കുകളുണ്ട് അവരുടെ ടൈം ആയിരിക്കാം, അവരുടെ എന്തെങ്കിലും കാര്യങ്ങളാവാം, നല്ല രീതിയിൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവരവിടെ നല്ല രീതിയിൽ മുടക്കിയിട്ടിട്ടുണ്ട്. അത് നേടിയെടുക്കണം. അതായത് ചെറിയത് കൊടുത്തു വലിയ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ അവർ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ നിന്നുള്ളൊരു ബെനഫിറ്റ് കിട്ടിയാതെ അവർക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് പോരാനോ മാറാനോ പറ്റില്ല എന്ന് അവർക്കറിയാം. ശരിക്കും പശ്ചാത്താപമുണ്ട് അവർക്ക് കേട്ടോ. നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതോർത്തിട്ടും നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് നിങ്ങളോടൊപ്പം പല കാര്യങ്ങളും അവർ ചെയ്യുകയും നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് അവർ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അതിനേക്കാൾ ബെറ്റർ എന്ന് തോന്നി നീങ്ങിപ്പോയത്. അത് അവർക്കൊരു പ്രയോറിറ്റി കൺഫ്യൂഷൻ വന്നുപോയി. കാരണം ഇതിലേത് ഏതാണ് നല്ലത്, ഏതാണ് വേണ്ടാത്തതെന്നുള്ള ഒരു ചിന്ത, ഏതിനെയാണ് മാറ്റേണ്ടത്, ഏതിനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നെങ്കിലും അവർ ആ തേർഡ് സിറ്റുവേഷൻസിനെ ചൂസ് ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ അവരൊരു ഭൗതിക നേട്ടം, സുഖ സൗകര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ കരിയർ പാത്ത്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യലി അവർക്കൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു ചീറ്റിംഗ് ചെയ്ത് തേർഡ് സിറ്റുവേഷൻസിൽ പോയത്. അവർ ചെറിയ രീതിയിൽ മുടക്കി വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് തന്നെയാണ് അത് ചെയ്തത്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ തേർഡ് സിറ്റുവേഷൻസ് ബന്ധനമാണെന്നും നെഗറ്റീവാണെന്നും അവരെ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ടും അവർ അവിടെ സ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, വെയിറ്റിംഗ് ചെയ്യുകയാണ്. പക്ഷേ നിങ്ങളെ അവർ കൈവിട്ട് കളഞ്ഞിട്ടില്ല. കാരണം നിങ്ങളവിടെ ഉണ്ടാകും, അവരുടെ ആ ഒരു കാൽച്ചുവട്ടിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് അവരുടെ ശക്തി. നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർത്തും ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന വ്യക്തികൾ ഒന്നുമല്ലാതായി തീരുമെന്നത് 100% ഉറപ്പാണ്. കാരണം സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഫിനാൻസ് സംബന്ധമായ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ അവർക്ക് ഉത്തരവാദിത്തപരമായിട്ട് ചെയ്തു കൊടുക്കേണ്ടി വരുന്നുണ്ട്. പേരൻസിനെ കണക്ട് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഫാമിലിയെ, അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പാർട്ട്ണറിനെയും കണക്ട് ചെയ്തിട്ടാവാം. അവർക്ക് ഫിനാൻസ് സംബന്ധമായി ഫാമിലിയെ പൂർണ്ണമായും സെക്യൂർ ആക്കിയേ പറ്റുള്ളൂ എന്ന എനർജി, അവിടെ ഒരു അബണ്ടൻസും സമൃദ്ധിയും ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതും അതിനുവേണ്ടി അവർ നല്ലപോലെ പ്രയത്നിക്കുന്നുമുണ്ട് കേട്ടോ. ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് വളരെ വിശ്വാസത്തോടു കൂടി തന്നെ അവരുടെ ഫാമിലിയും മറ്റുമൊക്കെ അറിഞ്ഞ് തന്നെ ഉള്ള ഒരു ബന്ധത്തെയാണ് നമുക്ക് തേർഡ് സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത്. അവരുടെ ഫാമിലിക്കൊക്കെ കുറച്ച് അറിവുണ്ട്. അതല്ല എങ്കിൽ അതുപോലെ തന്നെ കരിയർ പാത്തിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലുള്ള വ്യക്തിയുമായിട്ടുമാണ് ഈ ഒരു റീയൂണിയൻ സംഭവിച്ചിരിക്കുന്നത്. അത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായ സമയത്ത് അവിടെ നിന്നും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. ഒരു ആക്ഷൻ എടുത്തു, പെട്ടെന്ന് ഒന്നും നോക്കാതെ ഒരു ആക്ഷൻ എടുത്തു എന്നാണ് കാണുന്നത്. ഇതിനകത്ത് ചില പേഴ്സൻ്റെയൊക്കെ എനർജി ഒരു വിദേശത്തേക്ക് ഒരു എയർ ട്രാവലിംഗ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എയർ ട്രാവലിംഗ് ചെയ്തിരിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഉടനെ തന്നെ വിദേശത്തേക്കൊക്കെ ഉള്ളൊരു യാത്രയ്ക്ക് തയ്യാറാകുന്നുണ്ടാവാം. അതല്ല എങ്കിൽ അവർ വിദേശത്തേക്ക് പോയ ഒരു എനർജി കാണുന്നുണ്ട്. ഒരു എയർ ട്രാവലിങ്ങിൻ്റെ എനർജി ഈ റിലേഷനുമായിട്ട്, ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട്
സംബന്ധമായിട്ട് ഒരു റിയൂണിയനും അവർ ഒരുമിച്ചൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്കൊക്കെ ഒരു യാത്ര ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടാവാം. എന്തൊക്കെയോ കാര്യങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ബെനിഫിറ്റ്, അവർക്കൊരു വിജയം സക്സസ് ഒക്കെ പ്രതീക്ഷിച്ചും ലൈഫിനെ ഓക്കെ ആക്കുക എന്ന്, അവർക്ക് വിജയിക്കുക, അവർക്ക് ഭൗതികമാകുന്ന നേട്ടങ്ങൾ കൊയ്യുക എന്നതൊക്കെയാണ്. പക്ഷേ അവരെ ഫിസിക്കലി യൂസ് ചെയ്യുന്നു എന്നത് 100% ഉറപ്പാണ്. അത് അവർക്ക് മെൻ്റലി അവർക്ക് വളരെയധികം ഒരു ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിലും അവർ മറ്റു പ്രതീക്ഷ, അവരുടെ മുമ്പിലുള്ള ഒരു പ്രതീക്ഷ, സക്സസ് എന്ന ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി അവർ കണ്ണടച്ച് ആ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. എന്താണേലും ശരിക്കും എഫോർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഡിപ്രഷൻ എനർജി, അതായത് നിരാശയുണ്ട്, ദുഃഖമുണ്ട്, ചതി പറ്റിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതിൻ്റെ കർമ്മ അവർ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല കേട്ടോ. കർമ്മ അവരെ ശരിക്കും പിടികൂടിയിട്ടുണ്ട്. കാരണം അവർ നേട്ടം പ്രതീക്ഷിക്കുമ്പോഴും അവരവിടെ എഫോർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. അവരെ കൊണ്ട് സാധിക്കാത്തതിനേക്കാളും അപ്പുറം അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയും അവർക്ക് മറ്റ് സിറ്റുവേഷൻസ്, അവർക്ക് ഒരിടത്തേക്കും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാതെ, അവരുടെ ഹെൽത്ത് സംബന്ധമായിട്ടോ അവരുടെ ലൈഫ് എൻജോയ്മെൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത വിധം അവർ ശരിക്കും എഫോർട്ട് എടുക്കേണ്ടി വരുന്നു ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സക്സസ് നേടാൻ. വൻ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ സ്ട്രഗിളിങ് അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ സ്ട്രഗിളിങ് അനുഭവിക്കുന്നതിൻ്റെ ഒരു ഫലം അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയാം. ശരിക്കും ഇതിനകത്ത് നമുക്ക് കാണുന്നത് നല്ലൊരു ഗൈഡൻസ്, അവർക്കൊരു എന്താ പറയുക, നല്ലൊരു ഗൈഡൻസ് വേണം, നല്ലൊരു തിരിച്ചറിവ് അവരിലേക്ക് വരണം. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറണമെങ്കിൽ, തേർഡ് പാർട്ടിയിൽ നിന്നും പിന്മാറണമെങ്കിൽ അവർക്ക് നല്ല ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ അവർക്ക് അതിനനുയോജ്യമാകുന്ന ഒരു സിറ്റുവേഷൻസോ ഉണ്ടാകണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഈശ്വര വിശ്വാസമുള്ളവരും പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്ന വ്യക്തികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരൊരു നേട്ടം പ്രതീക്ഷിച്ച് മാത്രം ചെന്നു പെട്ടുപോയതായിരിക്കാം. എന്നാലും അവർക്കൊരു ഒരുപാട് ഒരു എന്താ പറയുക, റിലീജിയൻ സംബന്ധമായിട്ട് മതപരമായിട്ടൊക്കെ നല്ലൊരു വിശ്വാസത്തോടു കൂടിയും അർപ്പണബോധത്തോടൊക്കെ കൂടി പോകുന്ന വ്യക്തികളായിരുന്നുവെങ്കിലും അവരുടെ ആ ഒരു ബലഹീനത അവരെ ആ തേർഡ് സിറ്റുവേഷൻസിൽ പെടുത്തി എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പിന്മാറുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്നുള്ളത് 100% ഉറപ്പാണ്. അതവർക്ക് മനസ്സിലായിട്ടില്ല. അവർ തിരിച്ച് പാസ്റ്റിലേക്ക് പോരുന്നത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ശരിക്കും ഉണ്ടാകുന്നത്. അവരവിടെ കിടന്ന് എഫോർട്ട് എടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു നേട്ടവും കൊയ്യാൻ പറ്റില്ല. പക്ഷേ അത് അവർക്കും പറഞ്ഞില്ലേ, നമുക്കൊരു നല്ലൊരു ഗൈഡൻസ് അവർക്ക് കിട്ടണം. അതല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് അവർ ചെന്നുപെടണം. നിങ്ങളോട് ചെയ്ത കർമ്മയുടെ ഫലം എന്താണേലും അവർ അവിടെ അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ. അത് കഴിയാതെ അവർക്ക് നല്ലൊരു ഗൈഡൻസ് അവർക്ക് തന്നെ ലഭിക്കത്തുമില്ല. മറ്റൊരു വ്യക്തിയിൽ നിന്ന് പോലും സാഹചര്യത്തിൽ നിന്ന് പോലും അവർക്ക് ലഭിക്കില്ല. ആ കർമ്മ എൻ്റെ ആവേണ്ടി വരും. അവരതുവരെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരെ മിസ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നതിനൊരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് കളഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സമൃദ്ധിയാണ്, അവർക്ക് സക്സസ് തന്നെയാണ്, അബണ്ടൻസ് ആണ് അവർക്ക് വരാനിരിക്കുന്നത്. എല്ലാ രീതിയിലും ഫിനാൻഷ്യലിയും അവർക്ക് സക്സസ് വരും. അവർക്ക് പേരും പ്രശസ്തിയും എല്ലാ രീതിയിലും അവർക്ക് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഈ നിൽക്കുന്ന തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് അവർ തിരിച്ച് പാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേടാൻ പറ്റും. പക്ഷേ അവരൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ്. നിങ്ങളെ അവർ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ കുറ്റബോധവുമുണ്ട്, ഭയവും നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഒരുപാട് നാളൊന്നും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർ മടങ്ങി വരും, തിരിച്ചു വരും. കാരണം നല്ല ശക്തമാവുന്ന, അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീറ്റിംഗ് അവരുടെ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് കിട്ടുമെന്നതിന് ഒരു മാറ്റവുമില്ല. അവർ ഇമോഷണലി സ്റ്റക്കായി പോകും ആ ഒരു സിറ്റുവേഷൻസിൽ. കണ്ണ് കെട്ടിക്കളയുന്ന, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം അവർ ആ ഒരു സാഹചര്യത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുകയും അവസാനം ആ ഒരു സാഹചര്യത്തെ അവർ പൂർണ്ണമായി ഹീലാക്കി കളയുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. 100% നിങ്ങൾ വിശ്വസിക്കുക. തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണെ വളരെ ശക്തമായിട്ടും ചീറ്റിംഗ് ചെയ്യുകയാണ്. ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് കേട്ടോ. എന്താണെങ്കിലും അവർ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അവൻ പറഞ്ഞില്ല, അവർക്കൊരു കുറച്ചൊക്കെ അവർ അനുഭവിക്കുന്നതിലൂടെ കർമ്മ വരുന്നതിനെക്കുറിച്ചുമൊക്കെ അവരുടെ ഉള്ളിൽ തട്ടുന്നുണ്ട്. അവരൊരു എഫേർട്ട് എടുക്കും, അവർ അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടും, അവർക്ക് നല്ല ഒരു
തിരിച്ചടി കിട്ടി അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് എയർ ട്രാവലിംഗ് ചെയ്തെങ്കിൽ അതുപോലെ തിരിച്ച് അവർക്കൊരു ട്രാവലിംഗ് ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് മടങ്ങി വരുന്ന അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. ഒരു മെസ്സേജോ കോളോ എങ്കിലും നിങ്ങളിലേക്ക് ഉടനെ തന്നെ ആ ഒരു പേഴ്സൻ്റെ വന്ന് ചേരും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെയും അവരെയും തമ്മിൽ നല്ലൊരു ബന്ധനം, നെഗറ്റീവ് എനർജിയാണ് ഇതിനകത്ത് പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരു നല്ല ശക്തമാകുന്ന ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കിടയിൽ കളിച്ചിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫാമിലി ആണെങ്കിലും അതല്ല മറ്റ് കരിയർ പാത്തിലൂടെ വന്ന വ്യക്തികളാണെങ്കിലും നല്ല ഒരു ബ്ലോക്കേജ് നിങ്ങൾക്കിടയിൽ വരുത്തി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു രീതിയിലും നിങ്ങൾ കണക്റ്റഡ് ആവാതെ ശത്രുതാഭാവത്തിൽ അല്ലെങ്കിൽ വിരക്തി, വെറുപ്പ് എന്ന എനർജിയിലേക്ക് മാറി നിൽക്കുക എന്നതാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശമെന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കും എന്നത് 100% ഉറപ്പാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, പെട്ടുപോയെന്നുള്ള ഒരു തിരിച്ചറിവും ഉണ്ട് അവർക്ക്. പക്ഷേ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. 100% നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ് ഒരേ ഡെസ്റ്റിനിയിൽ പെട്ടവർ. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലാണ് യഥാർത്ഥമാകുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ ഏറ്റവും കൂടിച്ചേരാൻ അനുയോജ്യമായ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണുമാണ് എന്നതിന് ഒരു മാറ്റവുമില്ല. നിങ്ങൾ സിംഗിൾ എന്ന എനർജിയിൽ നിൽക്കുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹം ഈ ഒരു എനർജിയിൽ വന്നവർക്ക് തമ്മിൽ ഉണ്ടാകും എന്നതിന് ഒരു മാറ്റവുമില്ല. തേർഡ് സിറ്റുവേഷൻസിന് ഹീലാക്കി അവർ നിങ്ങളിലേക്ക് വരിക എന്നത് ഒരുമിച്ചൊരു ജീവിതയാത്രയായിരിക്കും കേട്ടോ. അത് നിങ്ങളുടെ ജീവിതം എൻഡിങ് വരെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ്, ലോങ് ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടൊപ്പം പോകാൻ പറ്റുമെന്നതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. അവർക്ക് ഭയമുണ്ട് നിങ്ങളിലേക്ക് വരിക എന്നത്. കാരണം അവർ നിങ്ങളോട് ചെയ്തതും മറ്റ് സിറ്റുവേഷൻസിലേക്ക് അവർ പോയതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നത് അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.